ഹലോ ആൻഡ് വെൽക്കം ടു ഓൾ. ബേസിക് ലെവൽ സീരീസിൻ്റെ 4th പാർട്ടാണ് ഈ വീഡിയോ. ഇതിൽ നാം കഴിഞ്ഞ തവണ നിർത്തിയെടുത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. എവിടെയാണ് നിർത്തിയത്? ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിനെ കുറിച്ച് പറഞ്ഞെടുത്തല്ലേ. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ബേസിക് ലെവലാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർ എല്ലാ പാർട്ടുകളും കൃത്യമായി കണ്ട് മനസ്സിലാക്കണം, എങ്കിലേ മുന്നോട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു സെൻറ്റൻസ് എങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്നിവയെക്കുറിച്ച് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു അല്ലേ. ഇതിൽ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ ഒരു സെൻറ്റൻസ് പറയുന്നത്, അതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, മീന ഈസ് എ ഗുഡ് ഗേൾ. മീന നല്ല പെൺകുട്ടിയാണ്. വി സ്റ്റേ ഇൻ എ ഹോട്ടൽ. ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുന്നു. ഐ ലവ് ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ഇവിടുത്തെ ഈ 3 സെൻറ്റൻസുകളിലും ഫസ്റ്റ് സെൻറ്റൻസിൽ മീനയെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. രണ്ടാമത്തെ സെൻറ്റൻസിൽ വി ഞങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാമത്തെ സെൻറ്റൻസിലോ ഐ എന്നെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം ഇനി ആദ്യത്തെ സെൻറ്റൻസിൽ മീനയാണ് അതിൻ്റെ സബ്ജക്റ്റ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ വി ആണ് സബ്ജക്റ്റ്. മൂന്നാമത്തേതിലോ ഐ ആണ് അതിൻ്റെ സബ്ജക്റ്റ്. ഇനി ഐ, യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് ഗോൺ ദെയർ എന്ന ഒരു സെൻറ്റൻസ് എടുത്താൽ അതിൽ ഐ, യു ആൻഡ് യുവർ ഫ്രണ്ട്സ് എന്നതാണ് അതിൻ്റെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ്. ഇനി വെർബ് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പ്രവൃത്തി എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡ്, അതാണ് സെൻറ്റൻസിൻ്റെ വെർബ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഈസ് ആണ് വെർബ്. ഇതൊരു ഹെൽപ്പിംഗ് വെർബാണ്. ഇനി രണ്ടാമത്തെ സെൻറ്റൻസിൽ സ്റ്റേ താമസിക്കുക മീൻസ് സ്റ്റേ ആണ് വെർബ്. ഇതൊരു മെയിൻ വെർബാണ് ഇവിടെ. എന്നാൽ മൂന്നാമത്തെ സെൻറ്റൻസിൽ ലവ് ആണ് വെർബ്. ഇതും ഒരു മെയിൻ വെർബാണ്. ഇനി ഒബ്ജക്റ്റ് എന്നാൽ എന്താണ് പറഞ്ഞത്? വെർബിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനൊരു ആൻസർ കിട്ടുന്നതാണ് ഒബ്ജക്റ്റ് എന്ന്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതും കൂടിയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലായി എൻ്റെ ആദ്യത്തെ ലെസണുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് 1-2 ലെസണുകൾ തുടക്കത്തിലുള്ളത് ഒന്ന് കണ്ടു നോക്കുക. മാത്രമല്ല നൗണിനെ കുറിച്ചുള്ള ലെസണുകളും ഒന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സെൻറ്റൻസിനെ കുറിച്ച് കുറച്ചുകൂടി ബേസിക്കായി പറയുകയാണെങ്കിൽ ഒരു സെൻറ്റൻസിന് വ്യക്തമായ 2 പാർട്ടുകളുണ്ട്. അതായത് ഒന്ന് സബ്ജക്റ്റ്, മറ്റൊരു ഭാഗം പ്രെഡിക്കേറ്റ് ആണ്. സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് വെർബ് മുതൽ ഒരു സെൻറ്റൻസിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ആ സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്ന പാർട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമുക്കിനി ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. ഞാൻ രാവിലെ നേരത്തെ ഉണരാറുണ്ട്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? എന്നെക്കുറിച്ച്. അപ്പോൾ ആരാണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരേണ്ടത്? ഐ എന്ന ഞാൻ അല്ലേ. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? രാവിലെ നേരത്തെ ഉണരുന്നു എന്നതാണോ എൻ്റെ പ്രവൃത്തി? അല്ല, ഉണരുക എന്നതാണ് എൻ്റെ പ്രവൃത്തി. വെർബ് ഉണരാറുണ്ട് എന്നതിന് എന്തു പറയും? ഗെറ്റപ്പ്. ഇവിടെ സിമ്പിൾ സെൻറ്റൻസ് നിത്യവും ചെയ്യുന്നൊരു പ്രവൃത്തി എന്ന നിലയിൽ ഗെറ്റപ്പ് എന്നതിന് ഉണരാറുണ്ട് എന്ന് വേണം മീൻ ചെയ്യാൻ. ഇനി വെർബായ ഗെറ്റപ്പ് എന്നതിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ചോദിക്കുക? എപ്പോൾ ഉണർന്നു എന്നല്ലേ. അപ്പോൾ എപ്പോഴാണ് ഉണർന്നത്? രാവിലെ, ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഒബ്ജക്റ്റ് ആയിരിക്കുന്നു. ഇനി ഇതിനിടയിൽ നേരത്തെ എന്നൊരു വേർഡ് കിടക്കുന്നുണ്ടല്ലേ. ഇതെന്താണ്? നാം ചെയ്യുന്ന ഉണരുക എന്ന പ്രവൃത്തിയെ ഒന്നുകൂടി ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ഇവിടെ. ഈ രീതിയിൽ പ്രവൃത്തിയെ കൂടുതൽ വിവരിക്കാനായി വെർബിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർഡിനെ ആഡ്വർബ് എന്നാണ് പറയുക. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. എങ്ങനെയാണ് പറയുക? ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഐ ആണ്, വെർബ് ഗെറ്റ് അപ്പ് ആണ്, ഏർലി എന്നത് ആഡ്വർബാണ്, മോർണിംഗ് ഇതാണ് ഒബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു നൗണോ പ്രോനൗണോ ഒക്കെ തന്നെയാവും ഉണ്ടാവുക. അപ്പോൾ പ്രോനൗണിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൂടുതൽ വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ഇൻ എന്നത് ഒരു പ്രെപ്പോസിഷനാണ്. ടൈമുമായി ബന്ധപ്പെട്ട് ഇൻ മോർണിംഗ്, ഇൻ ഈവനിങ് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഈ സെൻറ്റൻസിനെ സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എന്നിങ്ങനെ 2 പാർട്ടാക്കിയാൽ
ഐ സബ്ജക്റ്റ് പാർട്ടാണ്. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നത് പ്രെഡിക്കേറ്റ് പാർട്ടാണ്. അതുപോലെ വെർബിനെ എന്നതുപോലെ തന്നെ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതായത് നൗണിനെ കുറിച്ച് പറയുന്ന, വിശേഷിപ്പിക്കുന്ന വേർഡുകളുമുണ്ട്. ഇത്തരം വേർഡുകളെ അഡ്ജക്റ്റീവ് എന്നാണ് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദ ഓൾഡ് വിമൻ ഹാസ് 3 cats. ആ വയസ്സായ സ്ത്രീക്ക് 3 പൂച്ചകളുണ്ട്. ഇവിടെ വിമൻ എന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന 2 വേർഡുകളുണ്ട്. ഏതൊക്കെയാണ്? ഓൾഡ്, 3 എന്നിവ. ഓൾഡ് എന്നത് അവർ എങ്ങനെയുള്ള സ്ത്രീയാണ് എന്ന് പറയുന്നു. മറ്റൊന്ന് 3 അവർക്ക് എത്ര പൂച്ചകളാണ് ഉള്ളത് എന്ന് പറയുന്നു. അതായത് ഒന്നവരുടെ നേച്ചർ, പ്രകൃതം എന്താണെന്ന് പറയുന്നു. മറ്റൊന്നവരുടെ പൊസിഷൻ, അവർക്ക് എന്താണ് സ്വന്തമായിട്ടുള്ളത് എന്ന് പറയുന്നു. ഇവിടെ ദ ഓൾഡ് വിമൻ ഹാസ് 3 cats എന്ന സെൻറ്റൻസിൻ്റെ ദി എന്നതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അതായത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ, അതും കൂടുതൽ ഊന്നൽ കൊടുത്ത് പ്രാധാന്യം കൊടുത്തും പറയേണ്ടതായവയ്ക്കും പേരുകൾക്കും മറ്റും മുന്നിൽ ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല ദി നിശ്ചയമായും ഉപയോഗിക്കേണ്ടതും എന്നാൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതുമായ സ്ഥലങ്ങളുമുണ്ട്. ഓക്കെ, ഓൾഡ്, 3 എന്നിവ ആഡ്ജക്റ്റീവ്സ് ആണ്. വിമൻ നൗൺ, കാറ്റ്സ് എന്നത് ഒബ്ജക്റ്റ്, ഹാസ് എന്നത് വെർബാണ്. ഇതൊരു ഹെൽപ്പിംഗ് വെർബാണ്. അതായത് വെർബിൻ്റെ സ്ഥാനത്ത് മെയിൻ വെർബ്, അതായത് ഒരു പ്രവൃത്തിയുടെ ചെയ്യുന്ന വേർഡ് തന്നെ വേണമെന്നില്ല. അതിൻ്റെ ഹെൽപ്പിംഗ് വെർബ് വരാം, രണ്ടും കൂടിയും വരാം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ടെൻസുകളുടെ ലെസൺസ് ഒന്ന് കണ്ടു നോക്കുന്നത് നന്നായിരിക്കും. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, ഇനി വെർബിൻ്റെ കാര്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞെടുത്ത് സ്റ്റേ, ലവ് എന്നിവയിൽ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നാം. കാരണം വെർബ് എന്നതൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ, ഇവിടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു ശാരീരികമായ പ്രവർത്തനമാവാം, മെൻ്റൽ അല്ലെങ്കിൽ ബ്രെയിൻ ആക്ഷൻ ആകാം. അതായത് ബോഡി ആക്ഷൻ അല്ലാതെയുള്ള പ്രവർത്തനങ്ങൾ, വാക്ക്, റണ്ണ്, ജമ്പ്, ഈ രീതിയിലുള്ളവ ബോഡി ആക്ഷനുമായി ബന്ധപ്പെട്ടവയാണ് അല്ലേ. എന്നാൽ ലവ് സ്നേഹിക്കുക, സ്റ്റേ താമസിക്കുക, ഹേറ്റ് വെറുക്കുക, വിഷ് ആഗ്രഹിക്കുക, തിങ്ക് ചിന്തിക്കുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, ഇമേജിൻ സങ്കല്പിക്കുക, ഫീൽ തോന്നുക, ട്രസ്റ്റ് വിശ്വസിക്കുക, സീൻ കണ്ടു, ഹിയർ കേൾക്കുക, എക്സ്പീരിയൻസ് അനുഭവിക്കുക. ഇവയൊക്കെ എന്താണ്? ഇവ ബോഡി ആക്ഷൻ അല്ലാതെയുള്ള മറ്റ് പ്രവർത്തനങ്ങളാണ്. അതായത് കാണാൻ കഴിയാത്തതും എന്നാൽ അനുഭവിച്ചറിയുന്നതുമായിട്ടുള്ളവ. ഇത്തരം വെർബുകളെ സ്റ്റാറ്റിക് വെർബുകൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലെസൺ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ലെസണുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.